നോക്കൂ, അറസ്റ്റ് വാറന്റുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പുടിനെ ലോകത്തിന്റെ ഏറ്റവും പ്രബല ശക്തിയായി അമേരിക്ക വിളിച്ച് പ്രസിഡന്റ് കൈപിടിച്ചു കൊണ്ടുപോയി അയാളെ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പുടിൻ എന്ന് പറയുന്ന നേതാവിന് കിട്ടുന്ന മൈലേജ് അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് പുടിന് മേലുണ്ടായിരുന്ന ഉപരോധങ്ങളെ അമേരിക്ക പൂർണ്ണമായി മാറ്റുകയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മാറ്റാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷകൾ ധാരാളമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് ഒരു ഉന്മേഷമൊക്കെ വന്ന സാഹചര്യമുണ്ട്. റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം നീങ്ങിയാൽ ഇന്ത്യക്ക് മേലുള്ള കടുത്ത തീരുവ ഒഴിവാക്കാൻ ട്രംപ് നിർബന്ധിതനാകാനും സാഹചര്യങ്ങളുണ്ട്. അതായത് റഷ്യയുടെ പേരും പറഞ്ഞാണല്ലോ ട്രംപ് ഇവിടെ അധിക പിഴച്ചുങ്കമൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് പരോക്ഷമായെങ്കിലും ഒരു ഗുണം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും എന്തിനാണ് ഈ 3-3.5 വർഷത്തിന് മുകളിലായി നടക്കുന്ന യുദ്ധം എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാവുന്നുണ്ട്. ആ ചോദ്യത്തിന് എന്തായാലും ഇന്ന് മീറ്റിംഗിലുടനീളം നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഉത്തരം ലഭിക്കും. കഴിഞ്ഞ 12 വർഷം മുൻപ് പിടിച്ചടക്കിയ ഉപദ്വീപുകളും അതിനുശേഷം യുദ്ധത്തിലുടനീളം റഷ്യ പിടിച്ചടക്കിയ യുക്രൈന്റെ പല പ്രവിശ്യകളും ഒക്കെ അങ്ങനെ തന്നെ തങ്ങൾക്ക് വേണമെന്നുള്ള പുടിന്റെ വാശിക്ക് അമേരിക്ക നിന്ന് കൊടുക്കുമ്പോൾ സെലൻസ്കി എന്ന് പറയുന്ന പൂർണ്ണമായും അമേരിക്കയുടെ ബാക്കപ്പിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞൻ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ആകത്തുകയിൽ മനസ്സിലാക്കേണ്ടത് ജിയോ പൊളിറ്റിക്കലിലെ പുതിയ സമവാക്യം എന്ന് പറയുന്നത് അവനവന്റെ രാജ്യത്തിന് വേണ്ടി ഏതവനും കൈ കൊടുക്കാനും ഏത് രീതിയിലേക്ക് മാറാനും അതിലൊക്കെ ധാർമ്മികത ഒന്നേയില്ല, നൈതികത അങ്ങനെ ഒന്നേയില്ല എന്ന് മനസ്സിലാക്കുന്നതാണ്. ട്രംപിന് കൈ കൊടുത്തവർക്കൊക്കെ പണി കിട്ടിയ ചരിത്രമേ ഉള്ളൂ.